അല്ലാഹുവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഗൾഫ് രാജ്യങ്ങളിൽ അല്ലാഹുവേ ആ രാജ്യത്തെ നീ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും, നമ്മുടെ ജ്യേഷ്ഠന്മാർ, അതുപോലെ തന്നെ നമ്മുടെ അളിയന്മാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അനുജന്മാർ, നമ്മളെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ്, വിശേഷ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയാണ്. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ പടച്ചവനെ ആ രാജ്യത്ത് നീ യുദ്ധഭീതിയിൽ നിന്ന് കാക്കപ്പെടണേ അല്ലാഹ്. ഭരണാധികാരികളുടെ ഇടയിൽ നീ സ്നേഹവും അല്ലാഹുവേ കരുണയും നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു മഹത്തായ ദിക്ർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിഷയം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസം വരുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലിയിരുന്ന ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കണേ. നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ വിദേശ രാജ്യങ്ങൾ, വിശേഷ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഈ യുദ്ധഭീതിയെ നീ മാറ്റണേ അല്ലാഹ്. ആ യുദ്ധാന്തരീക്ഷത്തെ നീ മാറ്റണേ അല്ലാഹ്. ഈ മഹത്തായ ദിക്ർ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ധാരാളം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാജ്യത്ത് അല്ലാഹു സമാധാനം നൽകുന്നതാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ആ രാജ്യത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു വിഷമം വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അല്ലാഹുവിൻ്റെ റസൂൽ ചൊല്ലുന്ന ഒരു ദിക്റാണ് ഈ ദിക്ർ. ദുആഉൽ ഖർബ്, നമ്മുടെ വേദനകളെ അല്ലാഹു മാറ്റി തരണം. നമ്മുടെ മനസ്സിന് അല്ലാഹു സന്തോഷം നൽകണം. നമ്മുടെ കുടുംബങ്ങളിൽ അല്ലാഹു സന്തോഷം നൽകണം. ആ ഗൾഫ് രാജ്യങ്ങളിൽ കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. പടച്ചവനെ, ഞങ്ങളുടെ രാജ്യങ്ങളിലും ഞങ്ങളുടെ മനസ്സുകളിലെല്ലാം നീ അല്ലാഹുവേ സമാധാനം നിലനിർത്തണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ദിക്ർ നിങ്ങൾ മുറുകെ പിടിക്കണേ. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് പ്രവാസികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണേ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വിശിഷ്യ ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത്, ഈ യുദ്ധാന്തരീക്ഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടിയുള്ള ഒരു മഹത്തായ ദിക്റിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. അതുകൊണ്ട് ഈ ദിക്ർ എത്രത്തോളം നമുക്ക് ചൊല്ലാൻ പറ്റുമോ അത്രത്തോളം ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്തായ ബദറിൽ വെച്ച് റസൂലുള്ളാഹി ചൊല്ലിയ ഒരു ദിക്റുണ്ട് മുഅ്മിനീങ്ങളെ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ സുജൂദിൽ കിടന്നുകൊണ്ട് ബദറിന്റെ രണാങ്കളത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയ ദിക്റാണ്. അപ്പോൾ അല്ലാഹുവേ, നീ സമാധാനം നിലനിർത്തണേ അല്ലാഹ്, ശാന്തി നൽകണേ അല്ലാഹ്. അപ്പോൾ ഈ രണ്ട് ദിക്ർ നിങ്ങൾ ധാരാളം ചൊല്ലണം. അല്ലാഹുവേ, നീ ഗൾഫ് രാജ്യങ്ങളുടെ സമാധാനവും ശാന്തിയും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ, അവിടെ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവർ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ. നീ ആ രാജ്യത്തെ സമാധാനം നിലനിർത്തണേ അല്ലാഹ്, ഖൈറുകൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ പേര് ഭവനമില്ലാത്തവരുണ്ട്, ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, സന്തോഷത്തോടെ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ, അപകടങ്ങളിൽ, അപകട മരണങ്ങളിൽ നിന്നും പടച്ചവനെ അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറുകളും അല്ലാഹുവേ അവർക്ക് ഞങ്ങൾക്ക് നീ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ, ഗൾഫ് രാജ്യങ്ങളിൽ നീ സമാധാനം നിലനിർത്തണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ, ഞങ്ങളെ കൊച്ചാപ്പമാർ, ഞങ്ങളെ ഉപ്പമാർ, ഞങ്ങളെ സഹോദരന്മാർ, ഞങ്ങളെ ജ്യേഷ്ഠന്മാർ അല്ലാഹുവേ പലരും വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ. നീ റഹ്മാനായ റബ്ബേ, ആ രാജ്യങ്ങളിൽ നീ സമാധാനം നിലനിർത്തണേ അല്ലാഹ്.
ഒരുപാട് പ്രവാസികൾ ആ നാട്ടിലുണ്ട് റബ്ബേ. നീ അവരെ സംരക്ഷിക്കണേ അല്ലാഹുവേ. ആ നാടിനെ നീ യുദ്ധഭീതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വദേശികളും വിദേശികളും അല്ലാഹുവേ അടങ്ങിയ ഒരു വലിയ സമൂഹം ആ രാജ്യത്തുണ്ട് തമ്പുരാനെ. നീ എല്ലാ യുദ്ധാന്തരീക്ഷത്തിൽ നിന്നും ആ നാടിനെയും ഞങ്ങളെ നാടുകളെയും കാക്കണേ പടച്ചവനെ. ഭരണാധികാരികളുടെ ഇടയിൽ നീ പരസ്പരം സ്നേഹങ്ങളും ബഹുമാനങ്ങളും വർദ്ധിപ്പിക്കണേ അല്ലാഹുവേ. നീ ശാന്തി നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കെല്ലാം നീ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ എല്ലാ മേഖലകളിലും നീ സമാധാനം നിലനിർത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. നീ സർവ്വ ഐശ്വര്യങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ ഈ ഒരു സാലിഹായ അമലാക്കി നീ മാറ്റണേ അല്ലാ. ഇതെല്ലാം ലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാ. പടച്ചവനെ ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ കാരുണ്യവാനായ റബ്ബേ കരുണക്കടലായ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ടവർ പലരും അല്ലാഹുവേ വിദേശ രാജ്യത്ത് കുടുങ്ങപ്പെട്ടിട്ടുണ്ട് അല്ലാ. അവരെല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അവരുടെ രേഖകൾ നീ ശരിയാക്കണേ അല്ലാ. പടച്ചവനെ അവർ കിട്ടാനുള്ള വേദനകൾ നീ അല്ലാഹുവേ നീ അത് പെട്ടെന്ന് തന്നെ പടച്ചവനെ നീ അത് അവർക്ക് നൽകപ്പെടണേ അല്ലാ. എല്ലാ മാർഗങ്ങളും അല്ലാഹുവേ എല്ലാ വഴികളും നീ വിശാലമാക്കണേ അല്ലാ. അതുപോലെ പടച്ചവനെ യാത്രകൾ ഖൈറാക്കണേ അല്ലാ. പടച്ചവനെ ഹജ്ജ് കടന്നു വരുന്ന റബ്ബേ ഞങ്ങൾക്കും നീ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിനുള്ള വഴിയൊരുക്കണേ പടച്ചവനെ. ഹജ്ജ് ഉംറയും ധാരാളം ചെയ്യാനുള്ള വഴിയൊരുക്കണേ അല്ലാ. ലക്ഷോപലക്ഷം ഹാജിമാര് പടച്ചവനെ അവർ ഹജ്ജിന്റെ റഹ്മാനായ റബ്ബേ അവരുടെ രേഖകൾ ശരിയാക്കുന്ന മനോഹരമായ മാസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് അല്ലാ. പടച്ചവനെ ആ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെയും അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ബർക്കത്താക്കപ്പെട്ട മണ്ണിലൊക്കെ ചെല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സമാധാനം നിലനിർത്തണേ അല്ലാ. ആ രാജ്യത്തെയും ഞങ്ങളുടെ രാജ്യങ്ങളെയും യുദ്ധാന്തരീക്ഷത്തിൽ നിന്നും യുദ്ധഭീതിയിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. എല്ലാവിധ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.